ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ശരണ്യയുടെ വേണ്ടിയിട്ട് കല്യാണി പറയുന്നുണ്ട്, യുവർ ഓണർ സ്വന്തം ഭർത്താവിൻ്റെ പ്രാഥമിക കർത്തവ്യം പോലും അദ്ദേഹത്തിന് ചെയ്യാതായപ്പോഴേക്കും ശരണ്യ എന്ന് പറഞ്ഞ എൻ്റെ കക്ഷി ചെയ്ത ഒരു കാര്യമാണ് വിക്രത്തെ കല്യാണം കഴിക്കുക എന്നുള്ളത്. കല്യാണം കഴിച്ച് അവന് മാക്സിമം ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുക എന്നുള്ളത്. അതിന് വേണ്ടിയിട്ടാണ് ശരണ്യയുടെ അമ്മയും മോഷണക്കുറ്റത്തിന് അകത്തായ വിക്രത്തിന് അനുകൂലമായിട്ട് കോടതിക്ക് മൊഴി നൽകിയിട്ട് വിക്രത്തിനെ കല്യാണം കഴിച്ചിന് അതിനെ വേണ്ടിയിട്ടാണെന്ന് പറയുമ്പോൾ ശരണ്യ പറയുന്നുണ്ട്, അത് യുവർ ഓണർ, എൻ്റെ കഴുത്തിൽ ഈ 2 താലിയുണ്ട്. ഒന്ന് എൻ്റെ മനോജേട്ടൻ കെട്ടിയ താലിയാണ്, അതിൻ്റെ കൂടെയാണ് വിക്രം എന്ന് പറഞ്ഞ ഈ സാധനം കെട്ടിയ താലിയും കൂടിയിട്ട് ഞാൻ എൻ്റെ കഴുത്തിൽ കെട്ടിത്തൂക്കിയത്. അത് വേറൊന്നിനും വേണ്ടിയിട്ടല്ല, എൻ്റെ ഭർത്താവിനെ ഈ നിലയിലാക്കിയ വിക്രത്തിന് മാക്സിമം ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി അവനെ കൊല്ലാൻ വേണ്ടിയിട്ട് തന്നെയാണ് അവനെ കല്യാണം കഴിച്ചത് എന്നൊക്കെ പറയുവാണ്. ആ സമയത്ത് വിക്രത്തിൻ്റെ വക്കീൽ പറഞ്ഞിട്ട്, ഈ പറഞ്ഞതൊക്കെ പച്ച കള്ളമാണ്, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ആ കോടതിയിൽ പറയണത് എന്ന് പറയുമ്പോൾ ജഡ്ജി പറയണ്ടത്, നിങ്ങൾ മിണ്ടാതിരിക്കണം, അല്ലെങ്കിൽ നിങ്ങളെ ഞാൻ ഈ കേസിനെ പ്രതിയാക്കും എന്നൊക്കെ പറയാട്ടോ. ആ സമയത്ത് സോറി യുവർ ഓണർ എന്ന് പറഞ്ഞിട്ട് ആ വക്കീൽ അവിടെ ഇരിക്കുവാണ്. അതിനുശേഷം നമ്മുടെ ജഡ്ജി പറയുന്നുണ്ട്, ശരണ്യക്കും ഭർത്താവിനും പോവാം എന്ന് പറയുകയാണ്. അങ്ങനെ ശരണ്യ നമസ്കാരം പറഞ്ഞിട്ട് അങ്ങനെ ഭർത്താവിനെയും കൂട്ടിക്കൊണ്ടിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് പോകുക കേട്ടോ. അതിനുശേഷം കാണിക്കുന്നത് കല്യാണിനെയാണ്. കല്യാണി ജഡ്ജിയോട് പറയുന്നുണ്ട്, യുവർ ഓണർ, ഇപ്പോൾ യുവർ ഓണർക്ക് മനസ്സിലായി കാണുമായിരിക്കും എന്തിനെയാണ് ഞാൻ ശരണ്യയുടെ ഭർത്താവിനും ഈ കേസിലേക്ക് കൊണ്ടുവന്നതെന്ന്. അതെ, ആൽബിക്ക് സംഭവിച്ച അതേ സംഭവം തന്നെയാണ് ഇവിടെ മനോജ് എന്ന് പറഞ്ഞ ചെറുപ്പക്കാരനും സംഭവിച്ചിരിക്കുന്നത്. ഇതിനെല്ലാത്തിനും പിന്നിൽ ഈ പറയുന്ന വിക്രമാദിത്യൻ എന്ന് പറഞ്ഞ വിക്രം തന്നെയാണ്. ഒരു അബദ്ധവശാൽ എൻ്റെ ഒരു ആങ്ങളെയായിപ്പോയി. അതുകൊണ്ട് അവൻ്റെ എല്ലാ കൊള്ളരുതയുമായ ചെറുപ്പം മുതൽ അറിയാവുന്ന എനിക്ക് തന്നെ ഈ കേസ് വാദിക്കണമെന്ന് ഉണ്ടായിരുന്നു. എന്നെക്കാളും മികച്ചതായിട്ട് അവനെക്കുറിച്ച് പറയാനായിട്ട് വേറെ ആർക്കും ഈ ലോകത്ത് പറ്റില്ല എന്നെനിക്ക് തോന്നിയത് കൊണ്ട് തന്നെയാണ് ഞാൻ തന്നെ ഈ കേസ് എടുത്തത്. അതുമാത്രമല്ല, വിക്രമാണ് അതിന് മനോജിനെ തല്ലി ഈ ഒരു അവസ്ഥയിലാക്കിയതെന്നുള്ള തെളിവും ഒരുപാടുണ്ട് യുവർ ഓണർ. അന്ന് അവിടെയുള്ള CCTV ദൃശ്യങ്ങൾ എല്ലാം തന്നെ ഞാൻ യുവർ ഓണർക്ക് മുമ്പിൽ ഹാജരാക്കിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ ജഡ്ജി പറയേണ്ടത് എല്ലാം ഞാൻ നോക്കി, എല്ലാം തൃപ്തികരമാണ്, വിക്രം തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നതെന്ന് പറയുവാണ്. ആ സമയത്ത് നമ്മുടെ കല്യാണിയടുത്തും അവിടെ നിന്ന് കൂടിയിരിക്കുന്ന എല്ലായിടത്തും കൂടി ജഡ്ജി പറയുന്നുണ്ട്, ഈ കേസിൻ്റെ വിധി ഈ മാസം തന്നെ 18-ാം തീയതി അറിയിക്കുന്നതായിരിക്കും എന്ന് പറയുവാണ്. അങ്ങനെ നമ്മുടെ എല്ലാവരും കോടതിക്ക് മുമ്പിൽ പിരിഞ്ഞു പോകുക കേട്ടോ. ആ സമയത്ത് നമ്മുടെ വിക്രവും അതുപോലെ തന്നെ പ്രകാശും കൂടെ ദേഷ്യം വന്ന് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുകയാണ്. ശരണ്യനെയും മനോജിനെയൊക്കെ സൂക്ഷിച്ച് നോക്കിയിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിപ്പോണത്. അതിനുശേഷം കല്യാണീനെ എല്ലാവരും പ്രശംസിക്കുകയാണ്, നന്നായിട്ടുണ്ട് കല്യാണി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ കിരണൊക്കെ ചേർത്ത് പിടിക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ വിക്രത്തിൻ്റെ വക്കീൽ വരുന്നുണ്ട്. കല്യാണത്തിൽ പറയുന്നുണ്ട്, മോളെ നീ നന്നായിട്ട് വാദിച്ചു. സത്യം പറഞ്ഞാൽ കോടതിയിൽ നമ്മൾ ശത്രുക്കളെ പോലെ പരസ്പരം പോരാടിയെങ്കിലും സത്യം പറഞ്ഞാൽ കോടതി കഴിഞ്ഞാൽ ഒരു കാര്യം നിന്നോട് പറയട്ടെ, ശത്രുതയും കാര്യങ്ങളൊന്നും നമ്മുടെ ഉള്ളിൽ വേണ്ട. അയാൾക്ക് വേണ്ടി ഞാൻ വാദിച്ചു എന്നുള്ളത് ശരിയാണ്, പക്ഷെ മോൾ എന്ന് പറഞ്ഞ ഓരോരോ കാര്യങ്ങൾ കേട്ടപ്പോൾ എനിക്ക് തന്നെ മോളെ അഭിനന്ദിക്കണമെന്ന് തോന്നി, നന്നായി എന്നൊക്കെ പറയുക കേട്ടോ. അതിനുശേഷം നമ്മുടെ വിക്രത്തിൻ്റെ വക്കീലും അവിടെ നിന്ന് പോകുവാണ്. കോടതിക്ക് പുറത്ത് പോയിട്ട് നമ്മുടെ വിക്രവും അതുപോലെ തന്നെ പ്രകാശനും കൂടി അങ്ങോട്ട് പരസ്പരം മുഖത്തോട് മുഖം നോക്കി ഇരിക്കുന്ന സമയത്ത് വിക്രത്തിൻ്റെ വക്കീൽ വരുന്നുണ്ട്. ആ സമയത്ത് വിക്രം പറയുന്നുണ്ട്, എടോ നോക്കിക്കേ, അവൾ LLBക്കും അതുപോലെ തന്നെ പഠിച്ചിട്ടും പോലില്ല, വെറും 3-ാം ക്ലാസ്സാണ്, എന്നിട്ട് അവൾ എന്നെ കോടതിക്ക് വലിച്ച് കീറിയില്ലേ എന്ന് പറയുമ്പോൾ വക്കീൽ പറയുന്നുണ്ട്, എങ്ങനെ കീറാതിരിക്കും, അമ്മ അതിൽ കൊള്ളരുതായത് എല്ലമേലോട് താൻ കാണിച്ചത് എന്ന് പറയണം, അതുകൊണ്ട് തന്നെ ഇതെന്നല്ല ഇതിനപ്പുറം തന്നെ ചെയ്യാൻ പറ്റുമോ ആ പെൺകുട്ടിക്ക് എന്ന് പറയുവാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കെ തന്നെ നമ്മുടെ മനോജിനെയും കൂട്ടിക്കൊണ്ട് കിരൺ അതുപോലെ തന്നെ ശരണ്യയും കല്യാണിയും കാദംബരിയും എല്ലാവരും അങ്ങോട്ടേക്ക് വരും കേട്ടോ. അതിനുശേഷം നമ്മുടെ കിരൺ മനോജായിട്ട് വിക്രത്തിൻ്റെ അതുപോലെ തന്നെ പ്രകാശിൻ്റെ അടുത്തേക്ക് പോവാണ്. എന്നിട്ട് മനോജ് പറയുന്നുണ്ട്, കിരണ് കണ്ടില്ലേടാ, നീ കാരണമാണ് ഈ ചെറുപ്പക്കാരൻ ഈ ഒരു അവസ്ഥയിലായത്. സത്യം പറഞ്ഞാൽ ആൽബിക്കും ഈ അവസ്ഥ വരേണ്ടതാണ്, ദൈവം സഹായിച്ച് ഭാഗ്യത്തിന് നീ കഴിഞ്ഞ ദിവസം അടിച്ചപ്പോൾ മർമ്മത്ത് അടി കൊണ്ടില്ല, അതുകൊണ്ട് മാത്രമാണ് ആൽബി രക്ഷപ്പെട്ടത്. ഇതിലേക്ക് നീ അനുഭവിച്ചിട്ടേ മരിക്കുള്ളൂടാ എന്നൊക്കെ പറയുക കേട്ടോ. ആ സമയത്ത് നമ്മുടെ പ്രകാശം പറയുന്നത്, ശരി ഇത് ചെയ്തത് എൻ്റെ മകൻ തന്നെയാണ്, പക്ഷെ ആൽബീന് ചെയ്തത് എൻ്റെ മകനൊന്നുമല്ല എന്ന് പ്രകാശം പറയുമ്പോൾ കല്യാണി പറയുന്നുണ്ട്, തീർച്ചയായിട്ടും ഇവൻ തന്നെയാണ്, അതിന് വിരലടയാളവും കാര്യങ്ങളൊക്കെ ഉണ്ട്, എത്രയും പെട്ടെന്ന് തന്നെ ആ കേസ് കോടതി തെളിയിക്കും, പോലീസ് തെളിയിക്കും, കോടതിക്ക് മുമ്പിൽ ഇവൻ തന്നെയാണ് കുറ്റവാളിയും തെളിയും എന്ന് പറയുമ്പോൾ നമ്മുടെ രതീഷ് പറയുന്നത്, നാണം ഉണ്ടാടാ വിക്രമേ, നിനക്ക് നല്ലൊരു പെൺകുട്ടീനെ ദൈവമായിട്ട് നിനക്ക് കല്യാണം കഴിച്ച് തന്നല്ലേടാ നമ്മുടെ സോണീനെ, എന്നിട്ട് അവൾ വേറെ കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കാൻ നോക്കിയപ്പോൾ ആ പെൺകുട്ടിയുടെ ജീവിതം തകർക്കാൻ വേണ്ടി നോക്കിയത് നിനക്ക് നാണം ഉണ്ടോടാ, 2 പെൺപിള്ളേരുടെ ജീവിതം നീ നശിപ്പിച്ചത്, 2 കേസിനും കൂടി നീ അകത്ത് കിടക്കോടാ എന്ന് പറയുമ്പോൾ നമ്മുടെ
നിനക്ക് മാക്സിമം തൂക്ക് കയറെങ്കിലും കിട്ടും എന്ന് നമ്മുടെ രതീഷ് പറയുമ്പോഴേക്കും ശരണ്യ സോണി പറഞ്ഞിട്ട് ഇല്ല രതീഷ് ഏട്ടാ, തൂക്ക് കയറൊന്നും ഇയാൾക്ക് പറ്റില്ല, ഇയാൾ ജീവപര്യന്തം തന്നെ വേണം, ഇയാൾ അനുഭവിക്കണം എന്ന് പറയുവാണ്. ആ സമയത്ത് കാദംബരി പറയുന്നുണ്ട് അച്ഛൻ വലിയ രാജകുമാരനാക്കാൻ വേണ്ടിയിട്ടാണല്ലോ വളർത്തിയത്, ഇനി രാജകുമാരനില്ല, കൊട്ടാരവും ഇല്ല, ഒന്നുമില്ല നിങ്ങൾക്ക് എന്ന് പറയുവാണ്. അതിനുശേഷം നമ്മുടെ പ്രകാശനും അതുപോലെ തന്നെ വിക്രമും കൂടി അവിടെ നിന്ന് അങ്ങോട്ട് ദേഷ്യത്തോടു കൂടി ഇറങ്ങി പോകുക കേട്ടോ. അവർ പോയി കഴിയുമ്പോഴേക്കും നമ്മുടെ മനോജിനോട് കിരൺ പറയുന്നുണ്ട് ഒന്നുകൊണ്ട് പേടിക്കേണ്ട, ഞങ്ങളും എല്ലാവരും നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. നോക്ക്, ഈ ലോകത്ത് കിട്ടാവുന്ന ഏറ്റവും നല്ല ചികിത്സ നമ്മളെ മനോജിനെ കൊടുക്കണം എന്ന് ശരണ്യടുത്ത് പറയുകയാണ്. ആ സമയത്ത് ശരണ്യടുത്ത് കല്യാണി പറയുന്നുണ്ട് അതെ, നിങ്ങളുടെ കൂടെ ഞങ്ങളുണ്ട്, നല്ലൊരു ചികിത്സ തന്നെ മനോജിനെ കൊടുക്കണം. നോക്ക് ശരണ്യ, എനിക്ക് ജന്മന സംസാരശേഷിയില്ല, എനിക്ക് ഒരിക്കലും സംസാരിക്കാൻ പറ്റില്ല എന്നൊക്കെ വിചാരിച്ചാണ് എന്നിട്ട് ഞാൻ സംസാരിച്ചില്ലേ, അതുപോലെ തന്നെ മനോജിനും എഴുന്നേറ്റ് നടക്കാൻ പറ്റും, മനോജ് നമ്മളെപ്പോലെ തന്നെ ഒരാളാകും ഉറപ്പാണ്. ഞാൻ നോക്ക് ശരണ്യക്ക് ഉറപ്പ് തരുവാണ്, നല്ലൊരു ഡോക്ടറെ തന്നെ ഞങ്ങൾ അതിനുവേണ്ടി ഏർപ്പാടാക്കും. ശരണ്യയുടെ ഭർത്താവായ മനോജ് ഇനി മുതൽ ഞങ്ങളുടെയും കൂടപ്പിറപ്പ് തന്നെയാണ്, അതിനുവേണ്ടി മനോജിന് നല്ലൊരു ട്രീറ്റ്മെൻറ്റ് തന്നെ ഞങ്ങൾ കൊടുക്കുമെന്ന് പറയുമ്പോൾ ശരണ്യക്ക് വല്ലാത്ത സന്തോഷം തോന്നുവാണ്. ആ സമയത്ത് ശരണ്യ പറയുന്നുണ്ട് ഞാൻ വീട്ടിലേക്ക് മനോജേട്ടനെ കൂട്ടിക്കൊണ്ട് പോവാം, ഇനി വിക്രത്തിന് എൻ്റെ വീട്ടിലും വിക്രത്തിൻ്റെ അച്ഛനും എൻ്റെ വീട്ടിൽ സ്ഥാനമില്ല, അവരെ ഇപ്പം തന്നെ ഞാൻ പടിയിറക്കാൻ പോവാം. അതിനുശേഷം ഞാൻ എൻ്റെ മനോജേട്ടനെയും കൂട്ടിക്കൊണ്ട് ഞാനും മനോജേട്ടനും എൻ്റെ വീട്ടിൽ ഞാൻ താമസിക്കും എന്നൊക്കെ പറയുവാണ്. ശരി എന്നാൽ ഞങ്ങൾ പോയിക്കോട്ടെ എന്ന് ചോദിക്കുമ്പോൾ വിഷമിക്കരുത് ശരണ്യ, ഞങ്ങൾ എല്ലാവരും കൂടെയുണ്ട് എന്ന് കിരണും കല്യാണിയും പറയുമ്പോൾ നമ്മുടെ ശരണ്യ തലയാട്ടിക്കൊണ്ട് മനോജിനെയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് പോകുമായിട്ട് പോണ സമയത്ത് നമ്മുടെ ശരണ്യ തിരിഞ്ഞ് നോക്കിയിട്ട് കരഞ്ഞുകൊണ്ടിട്ടാണ് പോണത്. അതിനുശേഷം കാണിക്കുന്നത് വിക്രത്തിനെയും പ്രകാശിനെയാണ്. അവർ വീട്ടിലെത്തിയിട്ട് അമ്മേ എല്ലാ സ്ഥലങ്ങളും എടുക്കും, ഞങ്ങൾക്ക് ഇപ്പം തന്നെ ഇവിടെ നിന്ന് സ്ഥലം വിടണം. എന്താടാ മക്കളെ നീ ഇങ്ങനെ പറയണത്, കോടതിയിൽ കല്യാണിനെ പൊളിച്ചടക്കില്ലേ, ഒന്നും പറയണ്ട, ഇവൻ കാണിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞാലുണ്ടല്ലോ എനിക്കൊന്നും പറയാനൊന്നുമില്ല, അമ്മ എത്രയും വലിയ സാധനങ്ങളൊക്കെ എടുക്കിനൊക്കെ ഇപ്പം തന്നെ പോകാമെന്ന് പറയണം. എന്താ ഉണ്ടായത്, അതിന് മാത്രം എന്ത് തെറ്റാണ് നമ്മുടെ മോൻ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ ഇവൻ ചെയ്ത തെറ്റ് എന്താണെന്നോ, ഇവൻ ചെയ്ത തെറ്റ് ആലോചിക്കുമ്പോൾ എനിക്ക് ഇവനെ തന്നെ നെക്കി കൊല്ലാനാ തോന്നുന്നത്, അത്രമാത്രം തെറ്റാണ് ഇവൻ ചെയ്തിരിക്കുന്നത് എന്ന് പ്രകാശം പറയണം. എന്താ സംഭവിച്ചിരിക്കുമ്പോൾ അമ്മയിനിപ്പോൾ ഒന്നും പറയാൻ നിൽക്കൊന്നും വേണ്ട, എല്ലാ സാധനങ്ങളും അമ്മ പാക്ക് ചെയ്തിട്ടുണ്ടല്ലോ, ഉണ്ട് എന്ന് പറയുമ്പോഴേക്കും എങ്കിൽ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് ഇറങ്ങണം, ആ ശരണ്യ എന്ന് പറഞ്ഞോളൂ വന്നതിന് മുമ്പ് തന്നെ ഇവിടെ നിന്ന് ഇറങ്ങണമെന്ന് പറയുവാണ്. ആ സമയത്ത് വിക്രം പറയുന്നുണ്ട് എല്ലാം തീർന്നു അമ്മേ, തീർന്നു മുത്തശ്ശി, എല്ലാം കഴിഞ്ഞു എന്ന് പറയുകയാണ്. ആ സമയത്ത് എന്താ നീ ഇങ്ങനെയൊക്കെ പറയണമെന്ന് ചോദിക്കുമ്പോഴേക്കും എന്ത് പറയാനാണ്, അത്രമാത്രം ക്രൂരതകളാണ് ഇവൻ ചെയ്ത് കൂട്ടിയിരിക്കുന്നത്, ഇവൻ രാജകുമാരനൊന്നും അല്ല എന്ന് പ്രകാശം പറയുവാണ്. അതിനുശേഷം പ്രകാശം പറയുന്നുണ്ട് ഇവൻ നശിപ്പിച്ചത് എത്ര ജീവിതങ്ങളാണെന്നറിയാമോ, ഈ മാസം 18-ാം തീയതി ഇനി വിധി വരാൻ പോകുക, എനിക്ക് തോന്നണില്ല ഇവൻ രക്ഷപ്പെടുമെന്ന്, എനിക്ക് തോന്നണില്ല എന്നൊക്കെ പ്രകാശം പറയുവാണ്. ആ സമയത്ത് വിക്രം പറഞ്ഞിട്ട് എനിക്കിപ്പോൾ അങ്ങനെ തന്നെയാണ് തോന്നുന്നത്, എനിക്ക് ജയിലിൽ കിടക്കേണ്ടി വരുമായിരിക്കും എന്ന് പറയുകയാണ്. അതേമേ നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ നാട് വിടണം, ഇനി നമുക്ക് ഈ നാടും വേണ്ട നാട്ടുകാരും വേണ്ട ഒന്നും വേണ്ട എന്ന് പ്രകാശം പറയുക കേട്ടോ. അങ്ങനെ പ്രകാശനും അതുപോലെ തന്നെ വിക്രവും മുത്തശ്ശിയും കൂടി ബാഗും അവരുടെ സാധനങ്ങളൊക്കെ എടുത്തിട്ട് സ്ഥലം വിടാൻ വേണ്ടി ഇങ്ങനെ പോകുന്ന ഭാഗത്ത് നമ്മുടെ ശരണ്യം ഇങ്ങോട്ട് വരുമ്പോഴേക്കും ഇവർ ആകെ നെട്ടിരിക്കുന്ന ഭാഗത്തോട് കൂടിയാണ് എപ്പിസോഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നാളെ ആയിരിക്കും മിക്കവാറും ശരണ്യ എല്ലാവരെയും കൂടി പുറത്താക്കുന്ന ഭാഗം. നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ.